ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പിൽ ഞാൻ പാത്രമൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ഇടാം. കടുകും കരിവേപ്പിലയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് ഇട്ടിട്ടുണ്ട്. ഇത് പൊട്ടി തുടങ്ങണേ ഉള്ളൂ. കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് മൂക്കട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് മുളകും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്കതിൽ ചേർക്കാം. ഇതെല്ലാം ഇനി ഒന്ന് മൂക്കട്ടെ. മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടിയും കുറച്ച് കായം, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. അങ്ങനെ അതെല്ലാം മൂത്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മുളക് പൊടി ഇടും, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കായവും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉലുവപ്പൊടി, കായപ്പൊടി, ഒരിക്കൽ പറഞ്ഞാണ് കായപ്പൊടി, കടുകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കടുക്, ഉലുവപ്പൊടി, എല്ലാം കായം എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇന്ന് കളറ് മാറി വരണം. മുളക് കരിയണേൻ്റെ ഒരിത്. നമുക്കിനി കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറി കണക്കിനാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് ഇനി ഇതൊന്ന് തിളക്കട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളെ മാങ്ങ എടുത്ത് ഇതിലോട്ട് തട്ടാം. അങ്ങനെ മാങ്ങ എടുത്ത് തട്ടിയിട്ടുണ്ട്. മുളക് പൊടി മണ്ടയ്ക്ക് കയറി അങ്ങനെ ചെമയും ശബ്ദവും എല്ലാം അടഞ്ഞ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ മാങ്ങാച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇനി